ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കുടുംബത്തിലേക്ക് കൂടുതൽ ആളുകൾ വന്നതിൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു കേക്ക് വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള കടയിൽ നിന്ന് നമ്മളൊരു കേക്കും വാങ്ങിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോകുക. നമ്മൾ 500K ഫാമിലി ആയതിൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കേക്ക് നമ്മൾ കട്ട് ചെയ്യുവാണേ. ഇത് നമ്മൾ മുറിക്കുന്നുണ്ടെങ്കിലും നമ്മളെല്ലാവരും കൂടെയാണ് കഴിക്കുന്നത്. 500K ഫാമിലിയുടെ ചെലവ് കിട്ടിയില്ല എന്ന് ആരും പറയരുത്. ഹാപ്പി 500K. അതെ, ജാസ്മിനെ 500K ഫാമിലി ആക്കാൻ അതെ, ഞങ്ങളോടൊപ്പം നിന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്ദി അറിയിക്കുന്നു. ഞാൻ ഈ ഇത് തുടങ്ങിയപ്പോഴേ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നോ ഇത്രയെങ്കിലും സ്വന്തമായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ കൃഷിക്കൊക്കെ കാണാനായിട്ട് ഈ 500 സബ്സ്ക്രൈബർ വരുമെന്ന് പോയിട്ട് 1000 സബ്സ്ക്രൈബർ വരുമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല. നീ വിചാരിച്ചില്ല? ഞാൻ ഇടയ്ക്ക് നിർത്തിയിട്ട് പോകുമെന്ന് വിചാരിച്ചോടാ ശിവ? നീ നിർത്തിയിട്ട് പോകുമെന്ന് വിചാരിച്ചില്ല. കാരണം എനിക്കൊരു ഓർമ്മയുള്ള കാലം തൊട്ടേ അമ്മ അതും ഇതുമൊക്കെ കൃഷി ചെയ്യുന്ന. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിനും അല്ല വീഡിയോ എടുത്തിടുന്നതിനകത്ത് വലിയ കുറവ് വരുമെന്ന് എനിക്ക് വിചാരിച്ചിരുന്നേ. പക്ഷേ ഈ 500K സബ്സ്ക്രൈബർ ആകുമെന്ന്, നിങ്ങളുടെ സഹകരണം ഉണ്ടാകുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എനിക്ക് എൻ്റെ ഒരു ശകലം തന്നേ. അപ്പൊ ഇനി കേക്ക് കിട്ടിയില്ല എന്ന് ആരും പറയരുത്. നിങ്ങൾക്കും കേക്ക് തന്നിട്ടുണ്ട്. അതെ. അപ്പൊ ഹാപ്പി 500K. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാതെ എല്ലാവർക്കും നന്ദി, സ്നേഹം. അപ്പൊ നമുക്ക് ഇതുപോലെ ഇനിയും മുന്നോട്ട് പോവാം. ഓക്കെ. കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞപ്പം ഇവന്മാർ പറഞ്ഞു നമുക്കെന്നാൽ ഇന്ന് വൈകുന്നേരം പുറത്തുനിന്ന് എവിടെന്നെങ്കിലും ഒന്ന് കഴിക്കാം. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് വീണ്ടും ഇറങ്ങുവാണേ. അങ്ങനെ ഇറങ്ങി നമ്മൾ MC റോഡിലുള്ള ഒരു കരിമ്പൻകാലായി ടേസ്റ്റ് സെൻറ്റർ എന്നോ അങ്ങനെ എന്തോ പേരുള്ള ഒരു ചെറിയ റെസ്റ്റോറൻറ്റ്, ഒത്തിരി വലുതൊന്നുമല്ല, അല്ലെന്നാണ് എൻ്റെ തോന്നൽ കേട്ടോ. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോയത്. നമ്മൾ ഇതിന് മുന്നേ ഇവിടെ പോയിട്ടുള്ളതാണ്. വലിയ കുഴപ്പമില്ലാത്ത ഫുഡൊന്നും വലിയ കുഴപ്പമില്ലാത്തൊരു റെസ്റ്റോറൻ്റാണ്. മാത്രമല്ല ഇപ്പം നമ്മൾ കയറുമ്പം നിങ്ങൾ ആ സ്ഥലം ഒന്ന് ശ്രദ്ധിച്ചോണേ. പാറക്കല്ലുകൾക്കിടയിലുള്ളൊരു ഗുഹയിലേക്ക് കയറുന്നത് പോലെയുള്ള ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. കണ്ടോ, കല്ലുകൾ അവിടെ എവിടെയൊക്കെ പുറത്തേക്ക് മുഴച്ച് നിൽക്കുന്നത് പോലെ നിൽക്കുന്നത് കണ്ടോ. മാത്രമല്ല ഈ പാറക്കല്ലുകൾ ഇങ്ങനെ നനയുമ്പം ചെറിയ ഒഴുക്കുകളൊക്കെ അതേക്കൂടെ വരുമല്ലോ, ആ നീരൊഴുക്ക് പോലെയൊക്കെ ഉള്ളൊരു ലുക്കൊക്കെ ഉണ്ട്. ആ ഭംഗി ഇരട്ടിയാക്കുന്ന തരത്തിലുള്ള ലൈറ്റിൻ്റെ അറേഞ്ച്മെൻ്റാണ് അവിടെ ഇവിടെയൊക്കെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. കാണുന്നുണ്ടോ? നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിനകത്ത് കയറാൻ. AC ആണ്, അതുപോലെ തന്നെ ആ ACയുടെ നല്ല കൂളിംഗ് എഫക്റ്റ് കിട്ടും ഈ കല്ല് പോലെയൊക്കെയുള്ള സംഗതി ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട്. അപ്പം നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുവാണ്. അപ്പം ശിവദത്ത് പറയുമായിരുന്നു അവരവരുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് കടകളിലൊക്കെ ഇങ്ങനെ കയറുന്ന അവസരത്തിൽ ഈ ബോട്ടിലിലെ വെള്ളം അവർ ഉപയോഗിക്കത്തില്ലെന്ന്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നല്ലത് നമ്മൾ ബോട്ടിലിലെ വെള്ളം തന്നെ എടുക്കുന്നതാണ് കൂടുതൽ സേഫ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ശിവദത്ത് അന്നേരവും ഫോണിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവദത്തിന് പൊറോട്ട മതിയെന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ ബീഫ് റോസ്റ്റോ ബീഫ് ഫ്രൈയോ അങ്ങനെ എന്തോ ആണ് സാധനം എടുത്തിരിക്കുന്നത്. ഇന്ദ്രജിത്തിനാണെങ്കിൽ ഫ്രൈഡ് റൈസാണ്. അപ്പോൾ അവന് മുട്ട അലർജി ആയതുകൊണ്ട് മുട്ട ഇല്ലാതെ ഫ്രൈഡ് റൈസ് ചെയ്തു തരണം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് മേടിച്ചിരിക്കുന്നത്. പിന്നെ ചേട്ടനൊരു ചപ്പാത്തിയും വാങ്ങിച്ചു. ഞാൻ കപ്പ. നമ്മൾ പിന്നെ നേച്ചറിൻ്റെ ആളുകളാണല്ലോ. അപ്പം ഞാൻ കപ്പയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള പുറത്തൊക്കെ കടകളിൽ പോകുമ്പം കപ്പ ഉണ്ടെങ്കിൽ എനിക്ക് കപ്പ വാങ്ങിച്ച് തിന്നുന്നതാണ് കൂടുതൽ ഇഷ്ടം. എന്നെപ്പോലത്തെ ചിന്താഗതിയുള്ളവരുണ്ടെങ്കിൽ ഒരു കമൻ്റ് ഇടാൻ മറന്നു പോകരുത് ഇപ്പോഴേ. അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ചേട്ടനൊരു സാലഡും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റും ഭയങ്കര നല്ലതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവന്മാർ കഴിക്കുന്നത്. ഞാൻ പിന്നെ കപ്പയും മീനും അല്ലേ. മീൻ പിന്നെ നല്ലതായിരുന്നു കേട്ടോ. നെയ്മീൻ നല്ല മാങ്ങയിട്ട് കറി വെച്ചത്. അപ്പം ഞാൻ ആ കടയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തെ എൻട്രൻസിൻ്റെ ഭാഗം കണ്ടായിരുന്നോ നിങ്ങൾ? അവിടെയും ഈ പാറക്കല്ലുകളൊക്കെ വെച്ച് നല്ല ബ്യൂട്ടി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കടയിൽ നിന്ന് ഉള്ള നേരത്തെ വീട്ടിൽ പോകാമെന്നും പറഞ്ഞ് തിരക്ക് പിടിച്ച് ഇറങ്ങുവാണേ. അങ്ങനെ കണ്ടോ അവന്മാരുടെ മുഖത്തെ സന്തോഷം കണ്ടോ. അവർക്ക് പുറത്ത് പോയി കഴിക്കുന്നത് ഇന്നത്തെ കാലത്ത് എല്ലാ പിള്ളേർക്കും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിയുടെ അടുത്ത് വന്നിട്ട് പോകാനായിട്ട് ഇറങ്ങി. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് MC റോഡിൽ ഇപ്പോൾ സൈഡിലായിട്ട് പുതിയ ലുലു മാൾ കോട്ടയത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവന്മാർ പറഞ്ഞ് ജസ്റ്റ് അതിലെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛന് ഒട്ടും തന്നെ താല്പര്യമില്ല ലുലു മാൾ പോലത്തെ വലിയ സൂപ്പർ മാർക്കറ്റുകളിലൊന്നും കയറുന്നത്. പിന്നെ ഞങ്ങൾക്ക് മൂന്നിനും ഇഷ്ടമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പതുക്കെ ഒന്ന് അനുവദിച്ച് തന്നതാണേ. അപ്പോൾ നമ്മൾ അവിടേക്ക് കയറുവാണ്. അപ്പോൾ ഈ താഴത്തെ നിലയിൽ ഏകദേശം ഈ വെജിറ്റബിൾസും ബാക്കി എല്ലാ മിക്കവാറും സാധനങ്ങളൊക്കെ ഉണ്ട്.
മുകളിൽ ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും ആയിട്ടുള്ള സാധനങ്ങളാണ് മുകളിലത്തെ നിലയുള്ള. ഇവിടെ 2 നില മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാൻ കയറി. ഇവിടെയൊക്കെയുള്ള കടകളിൽ എനിക്ക് തോന്നുന്നത് ലുലു പോലെയുള്ള കടകളിലൊക്കെ ഭയങ്കര വിലയാണെന്നാണ് എൻ്റെ ഒരു ധാരണ. ഞാൻ അങ്ങനെയൊന്നും സാധനങ്ങൾ ഇവിടെ ഒന്നും വന്ന് വാങ്ങിക്കാറില്ല. അപ്പോൾ ഞാൻ ഇവന്മാരോട് പറഞ്ഞു എനിക്കൊരു മോയിസ്ചറൈസർ വേണമെന്ന്. ഇവിടെ എപ്പോഴും ഓഫർ ഇടുമല്ലോ പല സാധനങ്ങൾക്കും. അപ്പം ഞാൻ ഇവന്മാരോട് പറഞ്ഞു ഹിമാലയയുടെ മോയിസ്ചർ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് തപ്പിയെടുത്ത് തരാൻ പറഞ്ഞിട്ട് ഇവന്മാർ തപ്പുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇന്ദ്രജിത്ത് പറയും അമ്മ അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടോ, ഈ അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടാൽ തന്നെ നമുക്ക് സാധനം വാങ്ങിക്കാൻ തോന്നും എന്നാണ് എൻ്റെ ഇന്ദ്രജിത്തിൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്നോട് പറയാൻ മറക്കരുതേ. എന്നെപ്പോലൊക്കെയും അല്ലെ എൻ്റെ പിള്ളേരെ പോലൊക്കെ ഉള്ളവരായിരിക്കുമല്ലോ നിങ്ങളും എല്ലാവരും. അപ്പം നമ്മൾ തപ്പി നടന്നിട്ടൊന്നും കിട്ടിയില്ല. അപ്പോഴത്തേക്കിനുണ്ടല്ലോ ശിവദത്ത് ഏതോ ടേബിൾ, ഇവർ ഇങ്ങനെ ഓഫറുള്ള സാധനങ്ങളെല്ലാം ഒരു ടേബിളിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ശിവദത്ത് അതിനിടയ്ക്കുന്ന് അവിടെ പോയി തപ്പി എനിക്കൊരു സാധനം കൊണ്ട് കാണിച്ചു കേട്ടോ. മോയിസ്ചറൈസർ, അതെനിക്ക് തോന്നുന്നത് യാഡ്ലിയുടെ മോയിസ്ചറൈസർ ആയിരുന്നു കേട്ടോ. മോയിസ്ചറൈസർ കം ബോഡി ലോഷനോ അങ്ങനെ എന്തോ പേരിലുള്ള. ഞാൻ ഇത്തരത്തിലുള്ള സാധനങ്ങളിൽ എനിക്ക് പരിചയം വളരെ കുറവാണ്. ഞാൻ വല്ല തെറ്റോ മണ്ടത്തരോ പൊട്ടത്തെറ്റോ ഒക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചേക്കണം. അപ്പം നമ്മളിങ്ങനെ കണ്ടോ, കാണുന്നുണ്ടോ യാഡ്ലിയുടെ സാധനം നല്ല സൂപ്പറാണ് കേട്ടോ. നല്ല സ്മെല്ലൊക്കെ ഉണ്ട് അതിന് പകുതി വിലയുണ്ടായിരുന്നുള്ളൂ. ഒറിജിനൽ വിലയുടെ പകുതി വിലയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് മേടിക്കണം എന്നൊക്കെ ഉണ്ട്. ശിവത്ത് പറഞ്ഞു അമ്മയ്ക്ക് വേണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം, എനിക്ക് ഇത്രയും വിലയായ കാരണം 200 രൂപയായി കേട്ടോ. അതിന് 400 എങ്ങാണ്ടാണ് അതിൻ്റെ ഒറിജിനൽ പ്രൈസ്. അങ്ങനെ നമ്മളത് കഴിഞ്ഞേച്ച് വന്നിരുന്ന പാത്രങ്ങൾ ഒത്തിരി സാധനങ്ങളുണ്ടല്ലോ. ഞാൻ ഇത്രയും നല്ലപോലെ ഇതിനകത്ത് കയറി കണ്ടിട്ടില്ല കേട്ടോ. നേരത്തെ ഒരിക്കലും ഇതുപോലെ ഒന്ന് ഓടിച്ച് കയറ്റി ഇങ്ങനെ ഇറക്കി പോന്നു. അപ്പോൾ പാത്രങ്ങളുള്ള ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെണ്ണുങ്ങൾ അവിടുന്ന് മാറാതെ അത് വേണം ഇത് വേണം, അത് എൻ്റെ വീട്ടിലിരിക്കുന്നതിനേക്കാൾ വില കൂടുതലാണോ, വേറെ കടയിൽ കണ്ടതിനേക്കാളും വില കൂടുതലാണോ, ഇങ്ങനെയെല്ലാം നോക്കുവാണ്. നല്ല ഐറ്റങ്ങളുണ്ട് കേട്ടോ ഇവിടെ. അതുപോലെ നല്ല ഫ്രിഡ്ജിനകത്തുമൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല ഗ്ലാസിൻ്റെ പാത്രങ്ങൾ, അതുപോലെ പല ഓഫറുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ കുക്കറുകൾക്കൊക്കെ നല്ല ഓഫറുകളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഗ്ലാസിൻ്റെ പാത്രങ്ങൾ ഒരു ട്രെൻഡാണല്ലോ. അപ്പം ഞാൻ ഗ്ലാസിൻ്റെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് എടുത്തു നോക്കി. ഇതൊന്നും എന്തിനുള്ളതാണെന്ന് പോലും എനിക്കറിയത്തില്ല. ഈ പാത്രം എന്തിനുള്ളതാണെന്ന് അറിയുവാണെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി വെള്ളം കുടിക്കാനുള്ളതാണോ എണ്ണ എടുത്ത് വെക്കുന്നതാണോ ഒന്നും എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ പാത്രങ്ങളൊക്കെ തപ്പി നോക്കുക. വിലയാണ് പ്രധാനം. ശരിക്കും പറഞ്ഞാൽ പാത്രങ്ങളൊക്കെ നല്ലത് തന്നെയാണ്. എന്നെ പോലത്തെ ഒരു സാധാരണക്കാർക്ക് ഈ വലിയ വില പറയുമ്പം അയ്യോ എന്ന് വെച്ചിട്ട് നമ്മളിത് താഴെ വെക്കും. എന്നെപ്പോലുള്ളവരൊക്കെ നിങ്ങളിലും ഉണ്ടോ എനിക്കറിയത്തില്ല. ഞാനപ്പം വിചാരിക്കുമായിരുന്നു പണ്ട് നമ്മൾ ജനിച്ച് വളർന്ന ഒക്കെ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒത്തിരി ഒന്നും അധികം ഞാൻ ഇപ്പോഴും മാറിയിട്ടില്ലേ എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പാത്രങ്ങൾ കാണാനുള്ള സന്തോഷത്തിന് ഇങ്ങനെ നോക്കി നടക്കുക. അപ്പം ഞാൻ ചിലപ്പോൾ ആമസോണിലൊക്കെ ഇങ്ങനെ പാത്രങ്ങളൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ അതിനേക്കാൾ വിലയാണോ ഇവിടെ എന്ന് വെച്ചിട്ടാണ് നോക്കുന്നത്. അപ്പം ഞാനൊരു ഗ്ലാസിൻ്റെ ടംബ്ലറല്ല പാത്രം കാണിക്കുന്ന കണ്ടോ. അതെനിക്ക് തോന്നുന്നത് ചായയും കാപ്പിയും ഒക്കെ ഗ്യാസ് സ്റ്റൗവേ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്നൊരു പാത്രമാണെന്നാണ് എനിക്കറിയാൻ മേല. അങ്ങനെയാണെങ്കിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ഇട്ടേക്കണേ. അങ്ങനെ പല പാത്രങ്ങളുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. നല്ല ഒരു ഷേപ്പാണ് പാത്രത്തിന്. അപ്പോൾ എനിക്കിത് മേടിച്ചാലൊക്കെ കൊള്ളാമെന്നുണ്ട്. പക്ഷേ അതിൻ്റെ വില എനിക്കൊന്ന് 800 എങ്ങനെയെങ്ങാണ്ടോ, ഓഫർ ഇട്ടിട്ട് 800 എങ്ങാണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ കൂടുതൽ വിലയുള്ളതാണോ ഈ പാത്രം എന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷേ കണ്ടു പോയി. ഇനി എപ്പോഴെങ്കിലും പൈസ ഉള്ളപ്പം വന്ന് വാങ്ങിക്കാം. ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലപ്പോൾ ഓടുന്നത് കേട്ടോ. ഇതൊക്കെ നല്ല ട്രേകളാണേ. അങ്ങനെ ആ പാത്രം കണ്ടോ, നല്ല ലുക്കല്ലേ അത്. അതിനേതാണ്ട് 200 ആണെന്ന് തോന്നുന്നു ആ പാത്രത്തിൻ്റെ വില. 800 മില്ലിയാണെന്ന് തോന്നുന്നു ഓഫറിൽ എത്രയും. പിന്നെ ഇത് തടിയുടെ പോലത്തെ അടപ്പുള്ള പാത്രങ്ങൾ ഈ ഓൺലൈനിലൊക്കെ കാണാറുണ്ട്. ഭയങ്കര വിലയുമാണ് അതിന് പറയാറ്. അപ്പം ഞാൻ ഇവിടെ എത്രയുണ്ട് വില, ഈ അടപ്പുള്ള പാത്രം കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ നല്ല വിലയാണ് അതിന്. അപ്പോൾ എടുത്തിടത്തോട്ട് തന്നെ തിരിച്ചു വെക്കുക. കൈയൊന്നും തൂക്കുന്നില്ല എന്ന് മാത്രം ഒരു കുറവുള്ള അതിനകത്ത്. അങ്ങനെ ഞാൻ ഇതിൽ കൂടെ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ കേട്ടോ ആ ദിവസം എനിക്കൊരു ഭയങ്കര സന്തോഷമുള്ളതാണ്. ഈ കടകളിൽ പോകുന്നതും ഇതുപോലെ കടകളിലിരിക്കുന്ന സാധനങ്ങളും പാത്രങ്ങളും ഒക്കെ മേടിച്ചില്ലേലും കാണുന്നതും എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എല്ലാം ഒന്നും മേടിക്കാനൊന്നുമുള്ള പൈസയൊന്നുമില്ല. അപ്പോൾ വെജിറ്റബിൾസും ഒക്കെ കണ്ട് ഇറങ്ങി പോരുന്ന വഴിയാണേ. അപ്പോൾ ഇന്ദ്രജിത്തിന് അതിൽ നിന്ന് 2 ആപ്പിൾ വേണം. അങ്ങനെ മേടിച്ചു. ഇനി ശിവദത്തുണ്ട് കമ്പൂച്ചോ അങ്ങനെയാണ്ട് പറഞ്ഞ സാധനങ്ങൾ വാങ്ങിച്ച് കുടിച്ചോണ്ട് ഞങ്ങൾ ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ ഞാനിന്ന് 500K ആയതിൻ്റെ സന്തോഷം എനിക്ക് ചെയ്തു തരാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്തു തരാൻ പറ്റുന്നതാണ് ഞാനിന്ന് കാണിച്ചത്. ഞാൻ ഇന്ന് ചെയ്ത ട്രീറ്റ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളതാണെന്ന് നിങ്ങൾ വിചാരിച്ചോണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുവാണ്. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.